ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ന്യൂ ബ്രൺസ്വിക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഹോപ്പൽ റോക്സ് കാണാൻ വന്നേക്കണതാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോ ടൈഡും ഹൈ ടൈഡും കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഓരോ ദിവസം എഴുതിയിട്ടുണ്ട്, അതിന് ഷെഡ്യൂൾ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഒരു ദിവസം 2 times നമുക്ക് ഹൈ ടൈഡും 2 times ലോ ടൈഡും ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഹൈ ടൈഡ് ടൈം കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോ ടൈഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. 6:15 എഴുതി വെച്ചേക്കണേ. പിന്നെ ഹൈ ടൈഡ് വരുന്നത് മിഡ്നൈറ്റിലാണ് വന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഹൈ ടൈഡ് കാണി നാളെ വരെ വെയിറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ ഞങ്ങളിവിടുന്ന് പാസ് എടുക്കാൻ വന്നതാണ്. പാസ് എടുത്ത് നമുക്ക് അത് 2 ദിവസത്തേക്കാണ് ആ പാസ്. കാരണം അവരത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ലോ ടൈഡും ഹൈ ടൈഡും കണ്ടാലാണ് അതിൻ്റെ ഡിഫറൻസ് അത്ര നമുക്ക് മനസ്സിലാവുള്ളൂ. അവർ പറയുന്നത് മസ്റ്റ് സീ എന്ന് പറയുന്നത് ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ ബ്രൺസ്വിക്കിലെ. ഞങ്ങളിപ്പോൾ ഹോപ്പൽ റോക്കിൻ്റെ അവിടെ ട്രെയിലിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കാണുന്നത് ലോ ടൈഡ് കാണാനാണ് പോണേ. ഇവിടെ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞേക്കുന്നത് സീ സ്റ്റാക്സ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലവർ പോട്ട്. അപ്പോൾ നമ്മൾ ലോ ടൈഡ് വരുമ്പോഴാണ് അത് ശരിക്കും നമുക്ക് അതിന് അടുത്ത് പോയി കാണാൻ പറ്റുള്ളൂ. ഹൈ ടൈഡിന് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ വെള്ളം കാണാൻ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ, അടുത്ത് പോയി കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ലോ ടൈഡിലുള്ള സമയത്തുള്ള വ്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ വഴി കാഴ്ചകളാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് ഫ്ലവർ പോട്ട് റോക്സിലേക്ക് പോകുന്ന ട്രെയില്. ഇവിടെ ബിഗ് കോവ് ഉണ്ട്, ഷോർ ബേർഡ്സ് ഉണ്ട് അല്ലേ? ഇവിടെ ബിഗ് കോവും ഷോർ റോക്സ് ഉണ്ട്, ഷോർ ബേർഡ്സ്. നമ്മളിപ്പോൾ ബേ ഓഫ് ഫണ്ടിയുടെ ലോ ടൈഡ് കാണാനാണ് വന്ന് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് താഴെ ഇപ്പോൾ കാണുന്നത്. അവിടെ താഴത്തെ ആൾക്കാർ ഓഷ്യൻ ഫ്ലോറിൽ കൂടെ നടക്കണം കാണാം. ഈ ബേ ഓഫ് ഫണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് വേൾഡിലെ ലാർജസ്റ്റ് ഹൈ ടൈഡ് കാണാൻ പറ്റുന്നത്. ഇവിടെയാണ്. ഇവിടെ നമുക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലോ ടൈഡ് എക്സ്പീരിയൻസും ഉണ്ട്. എവറി 6 hours ലോ ടൈഡും ഹൈ ടൈഡും മാറി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ സേഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ലോ ടൈഡിന് 3 hour മുമ്പും ലോ ടൈഡ് കഴിഞ്ഞ് 3 hours നമ്മൾ സേഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഫ്ലോറിൽ കൂടെ നടക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് വെള്ളം കൂടൂടെ. അപ്പോൾ നമ്മൾ ഫ്ലവർ പോട്ടിൻ്റെ ബേസിലെത്തി. കണ്ടോ അവിടെ പാറയൊക്കെ റോക്കൊക്കെ ഇടിഞ്ഞു പോയത്. എത്ര ഇയേഴ്സ്? 330 million years ആയി. ഇടയ്ക്ക് ഇടിഞ്ഞു വീഴും, പിന്നെ അടുത്ത് രൂപപ്പെടും. അങ്ങനെ സ്നോയും കൊണ്ടും സ്നോ വേവും ടൈഡ് എല്ലാം കൊണ്ട് തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞു ഇത് രൂപപ്പെടുന്നത്. അങ്ങനെയാണ് ഹൈ ടൈഡിൽ ഈ ഇവിടം വരെയൊക്കെ വെള്ളം വരും. അപ്പോൾ നമുക്ക് ഈ റോക്ക് എൻ്റെ അടിഭാഗമൊന്നും കാണാൻ പറ്റില്ല. ലോ ടൈഡിൽ വന്നാലാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. രണ്ടിനും രണ്ടേ ഭംഗി ഉണ്ടാവും. പക്ഷെ ഈ മഡ് സെറ്റിൽ ചെയ്യാനുള്ള സമയം ഇല്ലാത്ത കാരണമാണ് ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ ചെളിയായിട്ട് പോകുന്നതെന്ന് പറഞ്ഞത്. ന്യൂ ബ്രൺസ്വിക്കിൽ വന്നിട്ട് ഇത് കാണാണ്ട് പോയായിരുന്നെങ്കിൽ നഷ്ടമായേനെ. ഏറ്റവും വലിയ അട്രാക്ഷൻ ആണത്. എന്തൊരു ജീവിക്കണമായിട്ടോ.
മലയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആയി വരാനുള്ളതാണ്. 2000 years ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ വരുമായിരിക്കും. അപ്പോൾ ഇത് ഈ പുഴയിൽ കൊണ്ടുപോകാം. പിന്നെ ഇവിടെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും വലിയ വലിയ റോക്സ് ഒക്കെ അവർ ചെറുതായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. നടന്നു പോകാതിരിക്കാനെന്ന് തോന്നുന്നു. ചിലയിടത്ത് തന്നെ ഇങ്ങനെ ഒരു ഡേഞ്ചറൊക്കെ ഇതിനാണ്, അടിയിൽ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ ചിലപ്പോൾ ഇടിഞ്ഞ് വീഴുമായിരിക്കും. അവിടെ ഇത് കണ്ട സ്ക്രൂ ചെയ്ത് വെച്ചാൽ ചിലയിടത്ത് സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത് വെച്ചിട്ട്.
അപ്പം നമ്മൾ ഈ നല്ല അടിപൊളി വ്യൂ ഉള്ള ബേ ഓഫ് ഫണ്ടി ഞങ്ങൾ ഒരു നിമിഷം മിസ് ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങൾ നോവാസ്കോച്ചിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നപ്പോൾ ഈ സീനിക് വ്യൂ എന്നൊക്കെ പണ്ട് ഞങ്ങൾ ബേ ഓഫ് ഫണ്ടി ന്യൂ ബ്രൻസ്വിക്ക് ലക്ഷ്യമാക്കി പോകുന്നത്. നല്ല വഴിക്കൂടെയൊക്കെ ഞങ്ങൾ മര്യാദയ്ക്ക് പോകുന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ GPS പറ്റിച്ചു. ഒരു നിമിഷം ഞങ്ങൾ GPS ഈസിയസ്റ്റ് റൂട്ടിൽ നിന്ന് കാണിച്ചപ്പോൾ ഞങ്ങൾ അടിച്ച് പോന്നു. കുറേ നേരമൊന്നും കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലാത്ത വഴിക്കൂടെയൊക്കെ ഞങ്ങൾ പോന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് സിറ്റുവേഷൻ മാറി, ഓഫ് റോഡൊക്കെ ആയി. പലപ്പോഴും ഞങ്ങൾ വെച്ച് തിരിച്ചാലോ പക്ഷേ സിഗ്നലും ഭയങ്കര മോശം, വേറെ റൂട്ടൊന്നും എടുക്കണമില്ല GPS-ൽ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പോയി നോക്കാം. അത് കാണിക്കുമ്പോൾ അവർ കാണിക്കണം ഇപ്പം തന്നെ എത്തും, ഇത്ര അവേഴ്സിനുള്ളിൽ എത്തുന്നപ്പോൾ ഞങ്ങൾ പിന്നെയും ലക്ഷ്യമാക്കി. ഞങ്ങൾ ചെന്നാൽ ഓഫ് റോഡ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം അടിച്ചപ്പോൾ കാണിച്ച അടിപൊളി സീനിക് വ്യൂ ആണ്, സൈഡിൽ മൊത്തം നമുക്ക് ആ റിവർ പോണതും എല്ലാം കാണാമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ട അവസ്ഥയായി. ഞങ്ങൾ ഒരു വലിയ കുന്നും മലയ്ക്ക് കയറി ഒരു സ്ഥലത്തെത്തി. ഒരു പട്ടിക്കാട് ഫോറസ്റ്റിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു രീതിക്കാണ് റോഡ് ക്ലോസ്ഡ്, അങ്ങോട്ട് കിടക്കാൻ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇത് പറയുന്ന സ്ഥലം ബേ ഓഫ് ഫണ്ടി. പക്ഷെ അങ്ങോട്ട് കയറാൻ നമുക്ക് വണ്ടി കൊണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുന്നിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഭാഗ്യത്തിന് ഒരാളെ കണ്ടു. GPS-ൽ എടുക്കുന്നില്ല. GPS പിന്നെ ഞങ്ങളവിടെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ആ പല വഴിക്കൂടെയും തിരിഞ്ഞും മറിഞ്ഞും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒരാൾ പറഞ്ഞു തന്നു ഇങ്ങനെ. അപ്പോൾ അയാൾ ഞങ്ങൾ പോകണം കണ്ടു എന്ന് പറഞ്ഞു വണ്ടി. കാരണം ഈ ഓഫ് റോഡിൽ പോകുമ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു വണ്ടി എന്തുകൊണ്ട് അങ്ങോട്ട് പോകണേന്ന്. പിന്നെ അയാൾ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നു. കാരണം GPS-ൽ ആ വഴി എടുക്കുന്നില്ല, ആ വഴി എപ്പോഴും ഇങ്ങനെ കറക്കിക്കൊണ്ട് ഉള്ള പൊട്ടറോട്ട് കൂടെ മൊത്തം കറക്കായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിവിടെ എത്തി. അത് ഞങ്ങൾ ഇടയ്ക്ക് മനസ്സിട്ട് പോയത് തിരിച്ചു പോയാലോ എന്നൊക്കെ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയും വന്നതല്ലേന്ന് വെച്ച് പിന്നെ കാണാൻ വന്നില്ലെങ്കിൽ നഷ്ടമായേനെ. ഞങ്ങളിപ്പോൾ ലോ ടൈഡ് കണ്ട് ഞങ്ങളിപ്പോൾ ഓഷ്യൻ ഫോറിലൊക്കെ ഇറങ്ങി നന്നായിട്ട് നല്ല രസമായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നത്. നടന്ന എല്ലാ കാഴ്ചകളൊക്കെ കണ്ടു. കുറേ റോക്സ് നല്ല ഭംഗിയുള്ള പല ഷേപ്പിൽ പല മൃഗങ്ങളുടെയൊക്കെ രൂപം തോന്നും കണ്ട് ചില റോക്ക് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു കയറി. ഇനിയിപ്പോൾ അവർ പറഞ്ഞാൽ ശരിക്കും സേഫ് നടക്കാനായിട്ട് ഓഷ്യൻ ഫോറിൽ നടക്കാൻ സമയം എന്ന് പറഞ്ഞാൽ ലോ ടൈഡിന് 3 hour മുമ്പും ലോ ടൈഡ് കഴിഞ്ഞ് 3 hourന് ശേഷം എന്നവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ലോ ടൈഡ് എന്ന് പറഞ്ഞാൽ 6:50 അപ്പോൾ 9:50 വരെ സേഫാണ് നടക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു അതിനുശേഷം അവർ കയറാൻ നമ്മളിപ്പോൾ 8 o'clock ഇവിടുത്തെ പാർക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ അവർ സ്റ്റാഫൊക്കെ പോയി. നമുക്ക് പക്ഷേ കയറാൻ കുഴപ്പമൊന്നുമില്ല. അവർ പറയുന്നുണ്ട് ആ ടൈഡിന് ടൈം നോക്കി നമ്മൾ ഇത് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രാപ്പായി പോകും അതിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾ ഈ പാർക്കിലോട്ട് കിടക്കാമെന്ന് പ്ലാൻ ചെയ്തേക്കണേ. കാരണം ഞങ്ങൾക്ക് ഇനി ഹൈ ടൈഡ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാരണം ഇതിൽ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ ലോ ടൈഡിൽ ഓഷ്യൻ നടക്കാൻ വരുന്നു, ആ ഓഷ്യൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാവും എന്ന് പറഞ്ഞൊരു പ്രത്യേകത ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൂടി എക്സ്പീരിയൻസ് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കിടന്നിട്ട് രാവിലെ കണ്ടിട്ട് പോകണം എന്നാണ് ഞങ്ങൾ പ്ലാൻ. കാണാൻ പറ്റുമോ കുറച്ച് കമ്പനികളുണ്ട് ഇവിടെ കിടക്കാൻ, കുറച്ച് ആർവിക്കാരുണ്ട്. ഇവര് പോവാന്നറിയില്ല. പോയി കഴിഞ്ഞാൽ ഈ എത്രയാ ഐലൻഡിൽ ഞങ്ങൾ തന്നെയായിരിക്കും. പിന്നെ മോർണിംഗ് 6 o'clock വരുള്ളൂ എന്ന് പറഞ്ഞു സ്റ്റാഫ്. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ല ഇവിടെ. നമുക്ക് ഇവരുടെ ഒന്നും അവിടെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വാഷ്റൂം അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. അപ്പം നമ്മൾ ഇവിടുത്തെ ഇതിന്റെ പേരെന്നായിരുന്നു മറന്നുപോയില്ല. ഞങ്ങളിപ്പോ ഹോബൽ ഈ ഐസ് എടുത്തിട്ട് എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഐസ് എടുത്തിട്ട് അല്ല ഇത് ജിഞ്ചറയിൽ ഓടിക്കാം. അങ്ങനെയാണ് ജിഞ്ചറയിൽ തണുപ്പിക്കണേ.